ഹെൽത്തി ആയിട്ടുള്ളതും മാസങ്ങളോളം സൂക്ഷിക്കാനും പറ്റുന്ന മുതിരപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. 2 സ്പൂൺ മുതിരപ്പൊടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുഴച്ചാൽ ഇത് ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലി ദോശയുടെ കൂടെയോ കഴിക്കാം. മുതിരപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട്. ഇത് മെഷറിംഗ് കപ്പൊന്നുമല്ല, സാധാരണ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കിയൊക്കെ മെഷർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നും ഓരോ പാത്രത്തിലായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യരുത്. അപ്പോൾ അതൊരു ബൗളിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ മൂങ് ദാൽ, നമ്മൾ ചപ്പാത്തിക്ക് ദാൽ കറിയൊക്കെ വെക്കുന്ന ആ ഒരു ദാളാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് സാമ്പാർ പരിപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ 1/4 കപ്പ് അതും ഒരു ബൗളിലോട്ട് ഇട്ട ശേഷം 1/4 കപ്പിനി കടലപ്പരിപ്പ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 3ഉം മാറ്റി മാറ്റി വയ്ക്കുക. ഓരോന്നായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി മീഡിയം തീയിൽ ഒരു ചീനച്ചട്ടിയിലോട്ട് മുതിര ഇട്ട് കൊടുക്കുക. അതൊന്ന് ആദ്യം വറുത്തെടുക്കാം. ഇപ്പം മീഡിയം തീയിൽ വെച്ച് ഇത് കൈവിടാതെ തന്നെ ഇളക്കി വേണം വറുത്തെടുക്കാനായിട്ട്. അതായത് എല്ലാ മുതിരയും ഒരുപോലെ തന്നെ നിറം മാറി വരണം. അതിനാണ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ മുതിരയും ഒരുപോലെ നിറം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ എത്തുമ്പോഴത്തേക്കും ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് വേറൊരു ബൗളിലോട്ട് മാറ്റുന്നത്. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ വീണ്ടും ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അതും ഇതുപോലെ തന്നെ നിറം മാറണം. കൈവിടാതെ ഇളക്കി ഈ ഒരു നിറം മാറി വരുമ്പോഴത്തേക്ക് ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. മുതിര ഇട്ട പാത്രത്തിൽ ഇട്ട് കൊടുക്കരുത്. ഇനി ബാക്കിയുള്ള കടലപ്പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കാം. അതും നിറം മാറുന്ന വരയ്ക്കും വറുത്തിട്ട് തന്നെയാണ് മാറ്റിയെടുക്കേണ്ടത്. ഇത് ഇനി വറുത്ത് കഴിഞ്ഞാലും ഒരേ പൊടിച്ച് ഇട്ട് വെക്കരുത്. ഈ സെപ്പറേറ്റ് ബൗളിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഓരോന്നായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഇനി 3 ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നല്ല ചൂട് മാറുന്ന വരയ്ക്കും വെയിറ്റ് ചെയ്യണം. നല്ല ചൂട് മാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ചൂട് മാറിയതിന് ശേഷം ആദ്യം മുതിര പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സി ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ഈർപ്പം ഉണ്ടെങ്കിൽ അത് ഒരു കട്ട തട്ടും. അതുകൂടാതെ തന്നെ ഈ പൊടി വേഗം ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും നല്ലപോലെ ഉണങ്ങിയ ശേഷം വേണം പൊടിച്ചെടുക്കാൻ. പൊടിച്ച ശേഷം ഒരു അരിപ്പയിൽ കൂടി ഇട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ ഹോളുള്ള അരിപ്പയിൽ കൂടി വേണം അരിച്ചെടുക്കാൻ. അത്രയും ഫൈനായിട്ടുള്ള പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഹോളുള്ള അരിപ്പ എടുക്കുന്നത്. അരിച്ച ശേഷം പൊടിയാത്തത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്നും കൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആദ്യം ചെയ്ത പോലെ തന്നെ അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി വരുന്നത് ഏറ്റവും കുറച്ച് തരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇനി അടുത്ത പരിപ്പിൻ്റെ കൂടെ നമുക്ക് ഇട്ട് പൊടിച്ചെടുത്താൽ മതി. കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് പൊടിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറുപയർ പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇനി എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് അവസാനം കടലപ്പരിപ്പും കൂടി ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ ഈ തരികൾ കുറച്ചാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പൊടിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ പൊടിയും നമ്മൾ പൊടിച്ച ശേഷം തുറക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. തീരെ ഫൈനായിട്ടുള്ള പൊടിയായത് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ മൂക്കിൻ്റെ അകത്ത് കയറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത ശേഷം മെല്ലെ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെറുപയർ പരിപ്പ് ചേർത്ത ശേഷം അരിച്ചെടുക്കുന്നത്. ഇനി കുറച്ച് തരികളേ ഉള്ളൂ. അതിൻ്റെ കൂടെ കടലപ്പരിപ്പും കൂടി ചേർത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താൽ പൊടിയില്ല. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ ജാർ മിക്സി മതിയാവും. അതാകുമ്പോൾ കുറച്ചുകൂടി വേഗം തന്നെ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇനി കടലപ്പരിപ്പും കൂടി പൊടിച്ച് എല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുവരെ നമ്മൾ ഇതിലോട്ട് ഉപ്പും എരിവോ ഒന്നും ചേർത്തിട്ടില്ല. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലോട്ട് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ തീരെ നല്ല ഫൈനായിട്ടുള്ള നമ്മൾ വീട്ടിൽ പൊടിച്ചതോ അല്ല വാങ്ങിയതോ ആയിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കണം. ചതച്ചത് ചേർക്കാൻ പാടില്ല. നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുക. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കുക. ഇപ്പോൾ എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ 2.5 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാനൊരു 5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മുതൽ 6 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇതിൻ്റെ ഗ്രാമിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു പൊടിക്ക് എരിവ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊടി റെഡിയായി. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിട്ടും നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതിലും ഈർപ്പമൊന്നും ഉണ്ടാവാതെ ഇരിക്കുകയാണ് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം, മാസങ്ങളോളം നമുക്ക് ഇത് കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ ഒഴിച്ചുകറി ഇല്ലാത്ത ദിവസം ഇതൊരു ടീസ്പൂൺ
ചോറിലിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. മുതിരയിലും പരിപ്പിലുമൊക്കെ ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീനും ഒക്കെ ഉള്ള കാരണം ഇത് ആരോഗ്യത്തിനും ഈ പൊടി വളരെ നല്ലതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്